ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 40-ാം ഭാഗം. അമ്മേ നാരായണ. നാമം 611. കലാത്മിക. 15 ചന്ദ്രകലകൾക്കും 10 അഗ്നികലകൾക്കും 12 സൂര്യകലകൾക്കും അധീശ്വരിയായ ദേവി ലളിതാംബിക. ചന്ദ്രൻ്റെ 15 കലകൾ ഏതാണെന്ന് നമ്മൾ മുന്നേ ചർച്ച ചെയ്യേണ്ടായി. അമൃത, മാനത, പൂഷ, തുഷ്ടി, പുഷ്ടി, രതി, ധൃതി, ശശിനി, ചന്ദ്രിക, കാന്ത, ജ്യോത്സ്ന, ശ്രീ, പ്രീതി, അംഗത, പൂർണ്ണ, പൂർണ്ണാമൃത ഇവയാണ് ചന്ദ്രൻ്റെ 15 കലകൾ. അഗ്നിയുടെ 10 കലകളാണ് ധൂമ്രാപി, ഊഷ്മ, ജ്വലിനി, ജ്വാലിനി, വിസ്ഫുലിംഗിനി, സുശ്രീ, സുരൂപ, കപില, ഹവ്യവാഹന, കവ്യവാഹന എന്നിവ. 12 സൂര്യകലകളാണ് തപനി, താപിനി, ധൂമ്ര, മരീചി, ജ്വാലിനി, രുചി, സുഷുമ്ന, ഭോഗത, വിശ്വ, ഓധിനി, ധാരിണി, ക്ഷ്മ എന്നിവ. ഇവയ്ക്കെല്ലാം തന്നെ അധിപതിയായ ശ്രീലളിത ത്രിപുരസുന്ദരി ദേവിയുടെ ശ്രീവിദ്യാതന്ത്രത്തിൽ അതിൻ്റെ ഭാഗമായ അതിലെ പ്രധാന ജ്യാമിതീയ രൂപമായ ശ്രീചക്രത്തിൽ ഈ കലകൾക്കെല്ലാം തന്നെ ഒരു സ്ഥാനമുണ്ട്. അത് പറയണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രീചക്രത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊന്ന് പറയണം. ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ ഭാഗമായ ഒരു യന്ത്രമാണ്. യന്ത്രമെന്നാൽ ഒരു ജ്യാമിതീയ രൂപം എന്നർത്ഥം. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 9 ത്രികോണങ്ങൾ ചേർന്നതാണ് ശ്രീയന്ത്രം. ഇതിൽ മുകളിലേക്ക് മുഖമായ 4 ത്രികോണങ്ങൾ ശിവനെയും താഴേക്ക് മുഖമായിട്ടുള്ള 5 ത്രികോണങ്ങൾ ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ശിവശക്തി സ്ത്രീ പുരുഷ സമ്മേളനത്തിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് ശ്രീചക്രം. ഇതിന് നടുവിലെ കേന്ദ്രബിന്ദു, ശ്രീചക്രത്തിൻ്റെ നടുവിലെ കേന്ദ്ര ബിന്ദുവാണ് ബ്രഹ്മാനന്ദം, സർവാനന്ദമയ ചക്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു ബിന്ദുവാണ്. ഈ 9 പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 9 ത്രികോണങ്ങൾ ചേർന്ന് 43 ചെറിയ ത്രികോണങ്ങൾ രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുറ്റുമായി 2 താമരകൾ നമുക്ക് കാണാം. ഈ 43 ത്രികോണങ്ങൾ, ഈ 9 ത്രികോണങ്ങൾ ഒന്നിച്ചു ചേർന്ന് 43 ചെറിയ ത്രികോണങ്ങളാകുന്നു. അവയ്ക്ക് ചുറ്റും 2 താമരകൾ കാണാം. 8 ഇതളുള്ള ഒരു താമരയും 16 ഇതളുള്ള ഒരു താമരയും. ഇതിന് ചുറ്റും ഒരു മതിൽക്കെട്ട് പോലെ 4 വാതിലുകളുള്ള ഒരു മതിൽക്കെട്ട് പോലെയുള്ള ഒരു രൂപവും കാണാം. ഇതിനെ ഭൂപുരം എന്ന് പറയുന്നു. 9 ത്രികോണങ്ങൾ ചേർന്നതിനാൽ നവയോനി ചക്ര എന്നും ശ്രീചക്രത്തെ വിളിക്കാറുണ്ട്. ശിവനെ സൂചിപ്പിക്കുന്ന 4 ത്രികോണങ്ങൾ, മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന 4 ത്രികോണങ്ങളുണ്ട് ശ്രീചക്രത്തിന് എന്ന് പറഞ്ഞു. അതിൻ്റെ വശങ്ങൾ 12 വശങ്ങളുണ്ടാവുമല്ലോ. 4 ത്രികോണങ്ങൾക്കുമായി 12 വശങ്ങളുണ്ടാകും. 4 × 3 12. ആ 12 വശങ്ങളാണ് സൂര്യകലകളെന്നും താഴേക്ക് ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ശക്തിയെ, ആദിപരാശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന 5 ത്രികോണങ്ങളുടെ വശങ്ങൾ ചേർന്ന 15 ആ വശങ്ങളാണ് ചന്ദ്രൻ്റെ കലകളെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നും വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ചുറ്റുമുള്ള ഈ മതിൽക്കെട്ട് പോലെയുള്ള രൂപത്തെ ഭൂപുരം അല്ലെങ്കിൽ ത്രൈലോക്യമോഹനം എന്ന് വിളിക്കുന്നു. അതിന് അകത്തായി വരുന്ന 16 ഇതളുള്ള താമരയെ സർവ ആശ പരിപൂരകം എന്ന് വിളിക്കുന്നു. മൂന്നാമതായി 8 ഇതളുള്ള താമരയാണ്. അതിനെ സർവ സംക്ഷോഭഹന എന്ന് വിളിക്കുന്നു. നാലാമതായി അകത്തു വരുന്ന ആദ്യത്തെ സെറ്റ് ഓഫ് 14 ത്രികോണങ്ങളാണ്. അതിനെ സർവ സൗഭാഗ്യദായക എന്നും അതിനുള്ളിലായി വരുന്ന 10 ത്രികോണങ്ങളെ സർവ അർത്ഥസാധക എന്നും
അതിനും ഉള്ളിലായി വരുന്ന 10 ത്രികോണങ്ങളെ സർവരക്ഷാകരം എന്നും അതിനുള്ളിൽ വരുന്ന 8 ത്രികോണങ്ങളെ സർവരോഗഹരം എന്നും ഏറ്റവും ഉള്ളിലുള്ള ത്രികോണത്തെ സർവസിദ്ധിപ്രദമെന്നും ആ ത്രികോണത്തിന് നടുവിലുള്ള ആ ബിന്ദുവിനെ സർവ ആനന്ദമയമെന്നും വിളിക്കുന്നു. ഈ ബിന്ദുവാണ് ദേവിയുടെ ശ്രീ ലളിതാംബികയുടെ ഇരിപ്പിടമായി പറയുന്നത്. ഇതാണ് ശ്രീചക്രത്തിൻ്റെ ഒരു സാമാന്യ രൂപമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീചക്രത്തിലുള്ള സൂര്യമണ്ഡലം, ശ്രീചക്രത്തിലെ ചന്ദ്രമണ്ഡലം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉടനീളം കാണാം. ഇനി അങ്ങോട്ടും പല നാമങ്ങളിലും ഈ ശ്രീചക്രത്തെ പറ്റിയുള്ള പരാമർശം വരും. അതുകൊണ്ടാണ് ശ്രീചക്രത്തിൻ്റെ ഒരു സാമാന്യ രൂപത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്തത്. ഇതെല്ലാം തന്നെ വായിച്ച് എനിക്ക് അല്പാൽപമായി മനസ്സിലായ കാര്യങ്ങൾ മാത്രമാണ്. പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപക്ഷെ തെറ്റുകൾ ഉണ്ടാവാം. ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള അവസരം ദേവി തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദേവിയുടെ 611 നാമമാണ് കലാത്മിക. അപ്പോൾ ഈ വിധത്തിൽ ചന്ദ്രകലകളുടെയും സൂര്യകലകളുടെയും അഗ്നികലകളുടെയും അധിപതിയായ ദേവി ലളിതാംബിക, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ 64 കലകളെ, കാമകലകളെ പറ്റി, വാത്സ്യായനൻ്റെ 64 കാമകലകളെ പറ്റി പറയണ്ടായി. ആ കാമകലകളുടെ എല്ലാം അധിപതിയായ ദേവി എന്ന അർത്ഥത്തിലും ദേവിയെ കലാത്മിക എന്ന് വിളിക്കാം. നാമം 612 കലാനാഥ. വീണ്ടും ഈ ചന്ദ്രൻ്റെ കലകളെ പറ്റി അല്ലെങ്കിൽ സൂര്യൻ്റെ കലകളെ പറ്റിയാണ് പരാമർശം. ആ കലകൾക്കെല്ലാം നാഥയായ ചന്ദ്രമണ്ഡലത്തിൻ്റെ അധിപതിയായ ദേവി ലളിതാംബിക എന്ന അർത്ഥം. നാമം 613 കാവ്യ ആലാപ വിനോദിനി. കാവ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇതിഹാസ കാവ്യങ്ങളെ പറ്റിയാണ് പരാമർശം. രാമായണം, മഹാഭാരതം തുടങ്ങിയവ. ഇവ വായിക്കുന്നതും ഇവ പല രീതിയിൽ വേദികളിൽ അവതരിപ്പിക്കുന്നതൊക്കെ ദേവിക്ക് ഏറെ പ്രിയമാണ് എന്ന് പറയുന്നു. നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളിലെല്ലാം തന്നെ 18 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ 18 ഗുണങ്ങളാണ് ശാന്തത, ക്രമം അല്ലെങ്കിൽ കൃത്യത, വിനയം, സത്യസന്ധത, ലാളിത്യം, സമചിത്തത, സ്ഥിരത, ക്ഷമ, സ്ഥിരോത്സാഹം, ഉത്കൃഷ്ടത, വിശാലമനസ്കത, ദയ, വിശുദ്ധി, ആത്മാർത്ഥത, മാറി വരുന്ന പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്, ധാർമ്മികത, ദാക്ഷിണ്യം മുതലായവ. ഈ 18 ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് ഈ ഇതിഹാസ കാവ്യങ്ങൾ വായിക്കുന്നതും ദേവിയെ ഭജിക്കുന്നതും ഈ 18 ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഈ വിധം ദേവീ ഭജനത്തിലൂടെയാണ് കാളിദാസൻ എന്ന അനശ്വര കവിയെ നമുക്ക് ലഭിക്കുന്നത്. ഒരുവിധ കഴിവുകളും അവകാശപ്പെടാനില്ലാതിരുന്ന അദ്ദേഹം കാളിയുടെ ദാസനാവുകയും അങ്ങനെ കാളിദാസനായി വിശ്വകവിയായി അറിയപ്പെടുകയും ചെയ്തു എന്നാണ് കഥ. കാവ്യങ്ങൾ ആലപിക്കുന്നതിൽ വിനോദം കണ്ടെത്തുന്നവൾ, അത് ആസ്വദിക്കുന്നവൾ, അങ്ങനെ ചെയ്യുന്നവർക്ക് 18 ഗുണങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ കാവ്യ ആലാപ വിനോദിനി എന്ന് വിളിക്കുന്നത്. നാമം 614 സചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത. ദേവിയെ ഇടവും വലവും നിന്ന് ചാമരം കൊണ്ട് വിശറി കൊണ്ട് വീശിക്കൊടുക്കുന്നത് ആരാണ്? രമയും വാണിയും, ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയുമാണ് എന്ന അർത്ഥം. നാമം 615 ആദിശക്തി. പ്രപഞ്ചത്തിലെ തന്നെ ആദ്യത്തെ ശക്തി സ്രോതസ്സായവൾ, സൃഷ്ടിക്ക് കാരണമായവൾ, സൃഷ്ടിക്ക് ശിവന് ശക്തി പകർന്നവൾ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ദേവിയെ ആദിശക്തി എന്ന് വിളിക്കുന്നത്. നാമം 616 അമേയ അളക്കാനാവാത്തവൾ. ചെറുതിനേക്കാൾ ചെറുതും വലുതിനേക്കാൾ ഏറ്റവും വലുതും എന്നാണ് ഉപനിഷത്തുകളിൽ പരമാത്മാവിനെയും പരാശക്തിയൊക്കെ വർണ്ണിക്കുന്നത്. നമുക്ക് അളക്കാനാവാത്ത വിധം ദേവിയുടെ സ്വരൂപമായാലും സ്വഭാവമായാലും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അളക്കാനാവാത്ത വിധം രൂപമുള്ളവളെന്ന അർത്ഥം. നാമം 617 ആത്മാ. നമ്മുടെ ഉള്ളിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിലെ ജീവാത്മാവായ ജീവ ചൈതന്യമായി നിലനിൽക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ആത്മാ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ
ആ പ്രകാശമായി വർത്തിക്കുന്ന ദേവി ലളിതാംബിക. 618 പരമ. ദേവി ജീവാത്മാവും പരമാത്മാവുമാണ് എന്നർത്ഥം. നമ്മുടെ ഉള്ളിലെ ജീവചൈതന്യമായിരിക്കുമ്പോൾ തന്നെ ആ ബ്രഹ്മചൈതന്യവുമായി സാക്ഷാൽ ബ്രഹ്മമായി വർത്തിക്കുന്ന പരബ്രഹ്മസ്വരൂപിണിയായ ദേവി ലളിതാംബിക. 619 നാമം പാവനാകൃതി. പാവനമായ പവിത്രമായ ആകൃതിയോട് കൂടിയവൾ. മനസ്സിനെയും ശരീരത്തെയും പാവനമാക്കുന്നതാണ് ദേവി ഭജനം. അപ്രകാരം പാവനമായ മനസ്സും ശരീരവും ദേവിക്കുണ്ട് എന്ന അർത്ഥം. നാമം 620 അനേക കോടി ബ്രഹ്മാണ്ട ജനനി. സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന ദേവി അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്കും ജന്മം നൽകുന്നു എന്ന അർത്ഥം. പുരുഷനും പ്രകൃതിയും ചേർന്ന് ഇവിടെ അനേക കോടി പ്രപഞ്ചങ്ങളും സൃഷ്ടിക്കുന്നു. നാമം 621 ദിവ്യ വിഗ്രഹ. ദിവ്യമായ രൂപത്തോടും ശരീരത്തോടും കൂടിയവൾ. നാമം 622 ക്ലീംകാരി. ക്ലീം എന്നത് ഒരു ബീജാക്ഷരിയാണ്, ഓംകാരം പോലെ. ആ ക്ലീം എന്ന മന്ത്രത്തിൻ്റെ സൃഷ്ടാവായ ദേവി ലളിതാംബിക. ക്ലീം എന്ന മന്ത്രം ലക്ഷ്മി ദേവിയുടെ പ്രീതിക്ക് ഉപയോഗിക്കുന്നതാണ്. ക്ലീംകാരൻ എന്ന് പറയുന്നത് ശിവനെയാണ്. ക്ലീംകാരിയാണ് ദേവി ലളിതാംബിക. ക എന്ന അക്ഷരം ശിവനെയും ല ദേവിയെയും ഈ എന്ന അക്ഷരം കാമകലയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ക്ലീം എന്ന അക്ഷരം ശിവശക്തി സംയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതല്ല, ക കാമദേവനും ല ഇന്ദ്രനും. ഈ സംതൃപ്തിയും ഈയും എന്ന ശബ്ദം കർമ്മഫലങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നും വായിക്കാനിടയായി.